ജാസ്മിൻ ഇന്നൊരു വീഡിയോ ഇട്ടു. ആ ചാനലിലിരുന്ന് പറയുന്ന വ്യക്തിക്ക് അതൊക്കെ വെറും വിമർശനം മാത്രമായി പുച്ഛിക്കുന്ന ഒരു പരിപാടിയാണ്. നോർമലി ഉള്ളിലെന്തോ ബാഗേജ് ഉള്ള പോലത്തെയാണ് പുള്ളിയുടെ. ഇന്നത്തെ തെറ്റ് പറ്റിയെന്നുള്ള കാര്യം ജാസ്മിൻ ആ വീഡിയോയിൽ ഓൾറെഡി പറയുന്നുണ്ട്. പല വീഡിയോസ് മുക്കിയിട്ടുമുണ്ട്. അതേ കാര്യം തന്നെ ജാസ്മിൻ ഈ വീഡിയോയിലും പറയുന്നുണ്ട്. പൊങ്ങി വരും, അങ്ങനെയാണ് സോഷ്യൽ മീഡിയ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ജാസ്മിൻ ജാഫർ റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജാസ്മിൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമുക്കറിയാം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന പല പ്രമുഖ യൂട്യൂബേഴ്സും 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. രാവിലെയാണ് ജാസ്മിൻ്റെ വീഡിയോ വന്നത്. 2 ദിവസമായിട്ട് വീഡിയോസ് ഇടാത്ത ആരെങ്കിലുമൊക്കെ വീഡിയോസ് ഇതിൻ്റെ പുറകെ ഇടുമോയെന്നിങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതുവരെ ഒന്നും കണ്ടില്ല. വേറെ 1-2 ചാനലിൽ ചില വീഡിയോസൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്. ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു മീഡിയ എന്ന് പറയുന്നൊരു ചാനലുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഗബ്രി വിഷയം അങ്ങനെ അവസാനിച്ചു, ഗബ്രി ഫ്രണ്ട് മാത്രം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ആ വീഡിയോയുടെ ആദ്യത്തെ ഒരു പോർഷൻ മാത്രമേ കണ്ടുള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ജാസ്മിനെ പറ്റി ചില വിമർശനങ്ങൾ പുറത്തുണ്ടായിരുന്നു. ആ ചാനലിലിരുന്ന് പറയുന്ന വ്യക്തിക്ക് അതൊക്കെ വെറും വിമർശനം മാത്രമായിട്ടാണ് തോന്നിയത്. സൈബർ ബുള്ളിങ് ഒന്നും ആയിട്ട് തോന്നിയില്ല എന്നുള്ളത് ഒരു അത്ഭുതമാണ്. പിന്നെ ലൈഫ് ഓഫ് അനന്ത് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി ഓൾറെഡി പുച്ഛിക്കുന്ന ഒരു പരിപാടിയാണ് നോർമലി ചെയ്യാറുള്ള വീഡിയോസ്. ഇന്നത്തെ വീഡിയോയിലും പുള്ളി പുച്ഛിക്കുന്നുണ്ട്, പക്ഷേ പുള്ളി അതിനകത്ത് ചിരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് ശരിക്കും ചിരിയൊന്നും വരുന്നില്ല. നേരത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു പുള്ളിയെല്ലാം ഭയങ്കര ഫണ്ണായിട്ട് ചെയ്യുന്ന ചാനലാണ്, പുള്ളിയുടെ ചാനൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ പുള്ളി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും പുള്ളിയുടെ ഉള്ളിൽ നല്ല ദേഷ്യമോ എന്തോ ഒരു പരിപാടി ഉള്ള പോലെ, ഉള്ളിലെന്തോ ബാഗേജ് ഉള്ള പോലത്തെയാണ് പുള്ളിയുടെ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത്. ഏതായാലും ജാസ്മിൻ്റെ വീഡിയോയിൽ 1-2 കാര്യങ്ങളിലൂടെ നമുക്ക് പോയി നോക്കാം. ജാസ്മിന് തെറ്റ് പറ്റിയെന്നുള്ള കാര്യം ജാസ്മിൻ ആ വീഡിയോയിൽ ഓൾറെഡി പറയുന്നുണ്ട്. പുറത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ജാസ്മിൻ്റെ വീട്ടുകാർക്ക് അറിയില്ല. ഈവൻ ജാസ്മിന് പോലും ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നും പറയുന്നുണ്ട്. ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്നും അത് പിന്നീടത് വേറെ രീതിയിൽ മിസ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പിന്നീട് കാശിന് വേണ്ടി പല രീതിയിലും പല കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നും ജാസ്മിൻ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ പറഞ്ഞൊരു കാര്യം, അവർ ചെയ്ത പോലെ തിരിച്ചു ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അത് പുള്ളിക്കാരത്തി വിശ്വസിക്കുന്ന ദൈവം നോക്കിക്കോളൂ എന്നുള്ള രീതിയിലാണ്. ജാസ്മിൻ എന്തായാലും തിരിച്ചൊന്നും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പലർക്കും അതൊരു തണലായിരിക്കും. ഇതിനു മുമ്പ് സ്റ്റോറി സ്ട്രീം സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു, അത് സ്ട്രൈക്ക് കിട്ടിപ്പോയി. 17 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള റെട്രോ ഫോക്കസ് എന്ന് പറഞ്ഞ ചാനലിലിരുന്നാണ് ഈ വീഡിയോസ് പറയുന്നത്. നമ്മുടെ ഈ ചാനൽ അധികം ആരുടെ അടുത്തേക്ക് റീച്ച് ചെയ്യുന്നില്ല, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ചില പ്രമുഖ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവർ ജാസ്മിനെ പറ്റി വീഡിയോ ചെയ്ത് വലിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിനൊരു ഉത്തരം തരാൻ ആൾ പുറത്തില്ലാത്ത സമയത്താണ് ഇവർ ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. അപ്പോൾ അതേ കാര്യം തന്നെ ജാസ്മിൻ ഈ വീഡിയോയിലും പറയുന്നുണ്ട്. ഇപ്പോൾ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രമുഖ യൂട്യൂബർ വീഡിയോ ഒന്നും ഇടുന്നുമില്ല, പല വീഡിയോസ് മുക്കിയിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജെനുവിനിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അവരുടെ വീഡിയോസിൻ്റെ കണ്ടൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പേഴ്സണൽ ഗ്രഡ്ജ് ആയിരുന്നു മെയിനായിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ ഗബ്രിയുടെ കാര്യം, ജാസ്മിൻ്റെ ഒരു നല്ല ഫ്രണ്ടാണെന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ക്ലാരിറ്റി പോരാന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ്റെ വീഡിയോയിൽ ജാസ്മിൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനിയും ക്ലാരിറ്റി വേണമെന്നും ജാസ്മിൻ നന്നാവാനുണ്ടെന്നൊക്കെ തോന്നുന്നവർക്ക് അതിൻ്റെ വഴിയെ സഞ്ചരിക്കാം. അകത്ത് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിനോടായിരുന്നു എൻ്റെ ഫാമിലി നോക്കാനും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു 3-4 പേരെ ഏൽപ്പിച്ചിട്ടായിരുന്നു. അവർ കുറേ കാശിനൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ പിന്നെയാണ് പറഞ്ഞു വരുത്തിയത്. അതൊക്കെ പലതും നുണയാണെന്ന് കാലം തെളിയും. എൻ്റെ എൻഗേജ്മെൻറ്റ് തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല. പലതും ഞാൻ വിടുകയാണ്, പലതും ഞാൻ ക്ഷമിക്കുകയാണ്. എൻ്റെ ലൈഫ് നോക്കി ഞാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തെറ്റിപ്പോയ തെറ്റുകൾക്ക് എല്ലാത്തിനും ഞാൻ എന്താ പറയുക, പറ്റിപ്പോയി എല്ലാം തിരുത്താൻ ശ്രമിക്കാം. ഗെയിമും ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി പുതിയ ലൈഫാണ്. എനിക്ക് കുറെ ആൾക്കാർ തിരിച്ചറിയാം. ഗബ്രിയുടെ കാര്യം കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഗബ്രി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ കുറെ പൈസയുടെ കണക്കൊക്കെ എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ടെങ്കിലുള്ളൂ. എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ഈ പറയുന്ന ഒരു മനുഷ്യരെയും ദ്രോഹിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ട്. ആ തെറ്റിൽ എന്താ പറയുക, അതിൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കത് അറിയാത്തതുകൊണ്ടാണ്, എനിക്കത് അറിയില്ല എന്ന് ഞാൻ അവിടെ വെച്ചും പറയുന്നത്. എനിക്കത് അറിഞ്ഞൂടാ എന്നുള്ളത്. ബട്ട് ഇപ്പം എനിക്കറിയാം എന്ത് ഏതെന്നുള്ളത്. എനിക്ക് കോപ്പിറൈറ്റ് നല്ല സുഖസുന്ദരമായിട്ട് കൊടുക്കാം. ഞാനത് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എന്നെ കാരണം നിങ്ങളുടെ അന്നം മുട്ടരുതെന്ന് കരുതിയിട്ടാണ്. പക്ഷെ എന്നെ കൊണ്ടത് ചെയ്യിച്ചേ അടങ്ങുമെന്നാണെങ്കിൽ ഞാൻ ചെയ്യും. ഇനിയും എന്നെ വിറ്റ് തിന്നാൻ നിൽക്കരുത്. ഇത്രയും നാൾ ഞാൻ ഇല്ലാതിരുന്നപ്പോൾ കുറേ വീഡിയോ ആയിട്ട് വന്നിരുന്ന കുറേ സൽഗുണ സമ്പന്നന്മാരുണ്ട്. പിന്നെ ബാക്കിൽ കൂടെ കളിച്ച കുറേ പേരുണ്ട്. അപ്പം അവർ ഇനി എന്തെങ്കിലും ഡയലോഗുമായിട്ട് വന്നാൽ അഭിമാനത്തോടെ പറയാം, ഞാനിത് താങ്ങിയതുപോലെ നിങ്ങളിത് താങ്ങിന്ന് വരില്ല.
കൂടെ നിന്ന് പൈസയ്ക്ക് വേണ്ടി ഒറ്റുകൊടുത്ത് വിൽക്കാൻ കൂട്ട് നിന്നവരും സോഷ്യൽ മീഡിയ വഴിയാണ്. പിന്നെ ഇല്ലാത്തതും കൊല്ലാത്തതും പറഞ്ഞുണ്ടാക്കിയതിലും പിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് പലരെയും കൊണ്ട് പലതും പറയിച്ചവരുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സങ്കടം എനിക്കുള്ളൂ. ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്നവർ ചെയ്തതിൽ എനിക്ക് വിഷമമുള്ള, അല്ലാതെ സൈബർ ബുള്ളിങ് കുഴപ്പമില്ലായിരുന്നു. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്, എൻ്റെ എൻഗേജ്മെന്റ് തേങ്ങയൊന്നും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ വീടെന്നും പറഞ്ഞ് ഏതോ ഒരു ചാനലിൽ ഏതോ നാട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് എൻ്റെ നാടല്ല. എന്ത് തേങ്ങയാണെങ്കിലും ഞാൻ എല്ലാം വിട്ട് ഞാൻ പോവുകയാണ്. കാരണം ഇനി എനിക്ക് എൻ്റെ ലൈഫ് നോക്കണം. എനിക്ക് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. ആ പല ന്യൂസുകൾ കേട്ടിട്ടും എന്നെ വിശ്വസിച്ചവരോട് ഒരുപാട് നന്ദിയുണ്ട്. ഏതായാലും ജാസ്മിൻ ആ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് തേടി പോകണമെങ്കിൽ പോകാം. അങ്ങനെ ബിഗ് ബോസ് അവസാനിച്ചു. വളരെ മോശമായിട്ടുള്ളൊരു ഫേസിലൂടെ കടന്നുപോയി. അപ്പോൾ അതെല്ലാം ഇവിടെ വെച്ച് തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പുതിയൊരു ഫേസാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകട്ടെ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടേക്കുന്ന ഒരു കാര്യമുണ്ട്, അത്രയും താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിലേക്ക് പൊങ്ങി വന്നിരിക്കും. അദ്ദേഹം അങ്ങനെ താഴത്തേക്ക് പോയി എന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അതെല്ലാം ഓവർകം ചെയ്ത് എല്ലാ രീതിയിലും പൊങ്ങി വരും. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ. ഏതായാലും മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക്